നാം എന്തിന് ഭിന്നിക്കണം? അതിനുള്ള لا خير في كثير من نجواهم إلا من أمر بصدقة ومعروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف يؤتيه أجرا عظيما. പടച്ചോള കക്ഷി ജനങ്ങൾക്കിടയിൽ ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഭിന്നിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നവരല്ല, ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരല്ല. ഓ സുഹൃത്തുക്കളെ, നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ജല്ല ജലാലുഹു അസാധാരണ മനുഷ്യനായതുകൊണ്ട് തന്നെ അസാധാരണമായ അറിവ് കൊടുത്ത് ആദരിക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, സർവ വിഷയങ്ങളുടെയും സർവ വസ്തുക്കളുടെയും പേരുകൾ നമ്മൾ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. നബിയേ, ആദം നബി അലൈഹിസ്സലാമിന് പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇനി നമ്മളെ ജപ്പൂട്ടുന്ന കുട്ടികൾ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത്. കുട്ടികളോട് ചോദിക്കുക, ഏത് ഭാഷയിലാണ് ആദം നബിക്ക് പേര് പഠിപ്പിച്ചു കൊടുത്തത്? മലയാളത്തിലാണോ, ഇംഗ്ലീഷിലാണോ, ഉറുദുവിലാണോ, തമിഴിലാണോ, കന്നഡയിലാണോ, ഏത് ഭാഷ? ആദം നബി അലൈഹി സ്വലാമിന് എല്ലാ സാധനത്തിനെയും പേര് പഠിപ്പിച്ചു കൊടുത്തത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷ. ആര് പറഞ്ഞു? എല്ലാ ഭാഷയിലും. അതാണ് ശരി. അല്ലാഹു ബർക്കത്ത്. എല്ലാ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തു. ആരാ മറുപടി പറഞ്ഞേ? അതിന്റെ കാരണം ഏതോ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാവില്ലേ? പാപ്പ മൊയ്യാര സഖാഫിയാണ്. അപ്പോൾ ഉസ്താദിൽ പാപ്പാൻ്റെ കേട്ടിട്ടുണ്ടാവും. ആലിമികളോട് കൂടി ചേരുമ്പോഴാണല്ലോ കേൾക്ക് പഠിക്കുക. അതുകൊണ്ടാണ് വേറെ വർത്താനം പറയാൻ കേൾക്കണമെന്ന് പറഞ്ഞത്. സർവ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ വസ്തുക്കളുടെയും പേര്. അത് ശരിയാണല്ലോ? അല്ലെ പിന്നെ വസ്തുക്കളെ പേര് പഠിച്ചു പറയാൻ പറ്റുമോ? കാരണം ഇതിന് ബുക്ക് എന്ന് പറയും, കിതാബ് എന്ന് പറയും, പുസ്തകം എന്ന് പറയും. ഇതൊക്കെ ഇതിന്റെ പേര് തന്നെ. അപ്പൊ പേരുകൾ എല്ലാം പഠിക്കണ്ടേ? അതെന്നെ പേര് ഇസ്ലാമി എല്ലാ പേരും പഠിക്കണ്ടേ? അപ്പൊ എല്ലാ ഭാഷയിലും പഠിക്കണം. പേര് പഠിക്കുന്നതിന്റെ പുറമെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉപകാരവും പഠിപ്പിച്ചു കൊടുത്തു. ഓരോന്നിന്റെയും ഉപകാരം, ആ ഉപകാരവും പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇതൊക്കെ കൂടി പഠിക്കുന്നതോടുകൂടി അതൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിന് അല്ലാഹുവിന് ഒരു വിഷയമല്ലോ. അല്ലാഹു തആല അങ്ങനെ അറിയണം എന്ന് ഉദ്ദേശിച്ചാൽ അപ്പൊ അറിഞ്ഞു കഴിഞ്ഞില്ലേ? വേറെ മദ്രസയെ പറഞ്ഞേക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്ലേറ്റ് എടുക്കേണ്ടതൊന്നുമില്ല ഇതിന് അല്ലാഹുവിന് അറിവ് കൊടുക്കാൻ. അങ്ങനെ എല്ലാ വസ്തുക്കളുടെയും പേരും ഉപകാരവും അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിന് കൊടുത്ത് ബഹുമാനിച്ചു. ഏത് ബഹുമാനം? ഈ വസ്തുക്കളുടെ പേരുകൾ മുഴുവനും ഉപകാരം മുഴുവനും പഠിക്കുന്നതോടുകൂടി അറിയുന്നതോടുകൂടി അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത അറിവും ബോധവും വർദ്ധിക്കുകയാണ്. ഇതൊക്കെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥൻ, ഈ ഉപകാരങ്ങളൊക്കെ സൃഷ്ടിച്ച നാഥൻ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എത്രയോ വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവരമുള്ള ആളാണെന്ന് അതേ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു പറഞ്ഞു, അംബീഹും ബി അസ്മാഇ ഹൗലാ. മലക്കുകളാണ് അവിടെയുള്ള വലിയ പുണ്യവാന്മാരായ സൃഷ്ടികൾ. ആ സൃഷ്ടികളായ മലക്കുകളോട് നിങ്ങൾക്കിതിന്റെ പേരുകൾ പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ മലക്കുകൾക്ക് കഴിയുന്നില്ല. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പേര് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു പറയുന്നു. അങ്ങനെ ആദം നബിക്ക് വലിയ വിവരമുണ്ടെന്ന് മലക്കുകൾക്ക് തന്നെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നു.
അങ്ങനെ വിവരമുള്ള മഹാനാണെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അവിടെയുള്ള സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്തിയപ്പോൾ അല്ലാഹു പറയുന്നു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് മലക്കുകളോട് പറയുന്നു. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്ന് നാദാപുരത്ത് നിന്ന് സൂറത്തുൽ കഹ്ഫ് ഞാൻ ആദ്യം മുതലേ സംസാരിച്ച് 7 ദിവസം സൂറത്തുൽ കഹ്ഫ് സംസാരിച്ച് മിനിഞ്ഞാന്ന് അത് പ്രസംഗം അവസാനിച്ചു. സൂറത്തുൽ കഹ്ഫ് അവസാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും 1-2 സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് അത് അവസാനിക്കും. അപ്പൊ അതിൽ പറഞ്ഞു നിർത്തിയ ആയത്ത് ഈ ആയത്താണ്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം. മലക്കുകളോട് നമ്മൾ പറഞ്ഞ സന്ദർഭം ഉസ്ജുദൂ ലിആദം, ആദം നബി അലൈഹിസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണേ. ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ. മലക്കുകൾ മുഴുക്കി അതാ ആദം നബിയെ ബഹുമാനിച്ച് അതാ അവരുടെ തലകുനിച്ചു. ഇങ്ങോട്ടും വേറെ ഒരു സ്ഥലത്തേക്കും തിരിഞ്ഞു നോക്കാൻ പറ്റാ. മുൽത്തഫിത്തുല്ലായ അസ്ലിനാണ്. തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. അഹ്മദുൽ കബീർ റിഫായിറുല്ലാഹിനോട് അബ്ദുൽ മലിക്കിൽ ഖസ്റൂനി തങ്ങൾ പറഞ്ഞതാ, തപ്പാദേ അബ്ദുൽ മാലിക്കിൽ ഖസ്റൂനി താങ്കൾ ഒരു ചൊല്ലാൽ ഒരാണ്ട് പാർത്തോവർ എന്ന് റിഫായിൽ മാലിയിൽ പറഞ്ഞത് അതിനെപ്പറ്റിയാ. അബ്ദുൽ മലിക്കിൽ ഖസ്റൂനി റളിയല്ലാഹു അൻഹു എന്ന ശൈഖ് ശരിയായ ശൈഖാണ്, അല്ലാതെ ഖുതുബുസ്സമാൻ മഞ്ചേരിയിൽ പറയുന്ന ശൈഖന്മാരല്ല. ശരിയായ ശൈഖ് ആ അബ്ദുൽ മലിക്കിൽ ഖസ്റൂനി തങ്ങൾ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ വാക്കാണ് മുൽത്തഫിത്തുല്ലായ അസ്ൽ. തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകുന്നവൻ വേറെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പാടില്ല. സദസ്സിൽ ഇരിക്കുന്നവർ സദസ്സിൽ എന്താ പറയുന്നത് മാത്രം ശ്രദ്ധിക്കും. സുഹൃത്തുക്കളെ, മഹാന്മാരായ മലക്കുകൾ തലനാട്ടി ആദം നബി അലൈഹിസ്സലാമിന്. കാരണം മനുഷ്യ സമൂഹത്തെ അല്ലാഹു തആല മൊത്തത്തിൽ പറഞ്ഞാൽ മലക്കുകളെക്കാൾ ബഹുമാനിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സൃഷ്ടി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. കലീമുല്ലാഹി മൂസ, ഖലീലുല്ലാഹി ഇബ്രാഹിം, റൂഹുല്ലാഹി ഈസാ, ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിമുസ്സലാം തുടങ്ങിയ അമ്പിയാക്കൾ ജിബ്രീൽ അലൈഹിസ്സലാമേക്കാൾ ബഹുമാനമുള്ളവരാണ്. ആകയാൽ മനുഷ്യ സമൂഹത്തിൽ മലക്കുകളെക്കാൾ ബഹുമാനമുള്ളവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള മലായികത്തിനോട് അതാ മനുഷ്യരുടെ പിതാവായ ഉപ്പാപ്പയായ ആദം നബി അലൈഹിസ്സലാമിന് ഇൽമു കൊടുത്ത് ബഹുമാനിച്ചിട്ട് ഇൽമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം തലകുനിക്കാൻ പറയുന്നു. തലകുനിക്കുന്നു. മലക്കുകൾ മുഴുവനും തലകുനിച്ച് ബഹുമാനിക്കുന്നു. പക്ഷേ ഇല്ല ഇബ്ലീസ്, ഒരൊറ്റ വ്യക്തി ഒഴികെ. കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനായിരുന്നു. അതിനൊരുപാട് തഫ്സീറുകളുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ നാദാപുരത്ത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സീഡികൾ കൊമ്പ് കിട്ടുമ്പോൾ വാങ്ങി നിങ്ങൾ കേട്ടോ. സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട്. കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനായിരുന്നു. ജിന്ന് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥമെന്ത്? ചിലര് പറഞ്ഞു അവൻ സ്വർഗത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വർഗത്തിന് ജന്നത്ത് എന്ന് പറയും. ഇപ്പൊ കാനമിനൽ ജിന്നി എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വർഗത്തിലുള്ളവനായിരുന്നു എന്നാണ് അതിനർത്ഥം എന്ന് ചിലര് പറഞ്ഞു. വേറെ ചിലര് പറഞ്ഞു കാനമിനൽ ജിന്നി, ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിന്നു എന്നാണ് അർത്ഥം. അപ്പോൾ കാണാൻ പറ്റാത്ത ജീവിയാണവൻ എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇമാം റാസി അതേ ചിലർ മലക്കുകളിൽ പെട്ടതാണോ എന്ന് വരെ ചർച്ച ചെയ്തപ്പോ
ഇമാം റാസി റഹിമഹുല്ലാഹ് അതിന്റെ തഫ്സീറിൽ പറഞ്ഞു. പക്ഷേ അതിന്റെ ശേഷം അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാഅ മിൻ ദുനി എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ട് അവനെയും അവന്റെ സന്താനങ്ങളെയും നിങ്ങൾ നിങ്ങളെ മിത്രങ്ങളാക്കുകയാണോ, സ്നേഹിതന്മാരാക്കുകയാണോ, നിങ്ങളെ സംരക്ഷകരാക്കുകയാണോ എന്ന് അല്ലാഹു പറയുമ്പോ ഇബ്ലീസിന് മക്കളുണ്ടെന്ന് വന്നല്ലോ. അപ്പോൾ മലക്കിൽപ്പെട്ടതല്ലെന്ന് ബോധ്യപ്പെട്ടു. കാരണം മലക്കുകൾക്ക് സന്താനങ്ങൾ ഉണ്ടാകൂല, ഭാര്യമാരുണ്ടാകൂല, ആണെന്നോ പെണ്ണെന്നോ അവരെ കുറിച്ച് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ കാനമിനൽ ജിന്നി എന്ന് പറഞ്ഞാൽ അവൻ ജിന്നി എന്ന വർഗത്തിൽപ്പെട്ടതാണ് എന്നാണ് അതിനർത്ഥം. കാനമിനൽ ജിന്നി, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. ജിന്നി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഏകദേശ വ്യാജത്വരീഖത്തിന്റെ ശൈഖന്മാരുടെയും ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ജിന്നുകളാണ്. ആ ജിന്നുകൾ മുഖേന ചില അത്ഭുതങ്ങൾ അവർ പ്രകടിപ്പിക്കുമ്പോ അവരുടെ തരീഖത്തിൽ പെട്ടുപോകുന്ന വിവരമില്ലാത്ത മുരീദന്മാർ ഞങ്ങളെ ശൈഖിന്റെ കറാമത്താണെന്ന് മനസ്സിലാക്കി ചിലപ്പോ ഖുതുബുസ്സമാനാണ്, ഖുതുബുൽ അഖ്താബാണ് എന്നൊക്കെ അവർ നോട്ടീസ് ഇറക്കി പോകും. അതവരെ വിവരക്കേടാണ്. അവരെ ആശയത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അവർ ഷാറ് മുബാറക്കിന്റെ ബഹുമാനം പറഞ്ഞു എന്ന് വരാം. അത് കേട്ടിട്ടാരും പിഴച്ച തരീഖത്ത് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുതേ മുസ്ലിമീങ്ങളെ. ഷാറ് മുബാറക്ക് ശരി തന്നെയാണ്, അത് പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ട്. അത് വ്യാജ തരീഖത്തുകാര് പറയേണ്ടതില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇബ്ലീസ് പല നിലക്കും വരും, പല നിലക്കും നമ്മളെ ചതിയിൽപ്പെടുത്തും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചോളണം. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ അവരെ ഈമാൻ നഷ്ടപ്പെടുത്താൻ, അവരെ ഇസ്ലാം തകർക്കാൻ ഒരു വിഭാഗത്തെയും അനുവദിച്ചുകൂടാ. കുതന്ത്രങ്ങളെ കുറിച്ച് നല്ല ബോധം മുസ്ലിം ഉമ്മത്തിനുണ്ടാകണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം കാനമിനൽ ജിന്നി, ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് അവൻ ഈ മലക്കുകളുടെ കൂട്ടായ്മയിൽ നിന്ന് പുറംചാടിപ്പോയി. മലക്കുകൾ ഒന്നടങ്കം കൂട്ടായ്മയോടെ അല്ലാഹു ബഹുമാനിച്ച ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കുമ്പോ ആ കൂട്ടായ്മയിൽ നിന്നവൻ പുറംചാടിക്കളഞ്ഞു. അതാണ് ഫഫസഖ അൻ അംരി റബ്ബിഹി. അവനതാ അവന്റെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്ത് അവൻ പുറത്തേക്ക് പോയി. കൂട്ടായ്മയിൽ ഒരാൾ പുറത്തു പോയാൽ പുറത്തു പോയി എന്ന് പ്രഖ്യാപിക്കും. അതിന്റെ പേരാണ് പുറത്താക്കി എന്ന് പറയുന്നത്. അല്ലാതെ ആരെയും പുറത്താക്കൂല, പുറത്തായത് പ്രഖ്യാപിക്കാൻ. ഓ സഹോദരന്മാരെ, അങ്ങനെ അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أشهد أن محمد رسول الله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. لا إله إلا الله اللهم صل على محمد وسلم اللهم رب هذه الدعوة التامة والصلاة فضيلة الدرجة الرفيعة بعد المقام المحمود. എന്തുകൊണ്ടാണ് ഇബ്ലീസിനെ പുറത്താക്കിയത്? സുഹൃത്തുക്കളെ, ഇബ്ലീസ് തെറ്റ് ചെയ്തു. പക്ഷേ അതെന്ത് തെറ്റാണെന്നറിയോ? ഒരു സാധാരണ തെറ്റല്ല. കള്ളു കുടിക്കലൊരു തെറ്റാണ്.